എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ബിഷപ്പിനെ കുറിച്ചാണ്. പുറത്ത് പറയട്ടെ, സുധിയുടെ മകൻ കിച്ചു സഹിച്ച് ജീവിക്കുകയായിരുന്നു. രേണുവമ്മ നോക്കിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും എല്ലാം യൂട്യൂബിൽ അവൻ്റെ ബുക്ക് പേജിൽ കിടപ്പുണ്ട്. എന്നിട്ട് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുക. നീ നിന്റെ ഓരോരോ കാർഡുകൾ ഇറക്കലുണ്ടല്ലോ, വുമൺ കാർഡ്, വിഡോ കാർഡ്, കിച്ചു കാർഡ്, ഋതപ്പൻ കാർഡ്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം ആദ്യം. ഓരോരുത്തർക്കും ഓരോരോ ഐഡന്റിറ്റികൾ ഉണ്ടാകും. 2 ദിവസം മുന്നേ മോനെ കിച്ചു കിടന്നോ, അമ്മേനെ ടിവിയിൽ കാണണേ, അമ്മ ടിവിയിൽ വരുവേ, മോൻ ടിവി കാണാറുണ്ടോ, പരിപാടി കാണണേ, അമ്മേനെ കാണണേ, ചക്കരേ മുത്തേ തത്തമ്മേ. എന്താണത്? രേണുസുധിക്ക് വീട് വെക്കാൻ ഭൂമി കൊടുത്ത ബിഷപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ രേണുസുധി പല മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന് മോശമായ രീതിയിൽ പറഞ്ഞതായിട്ട് അറിയാമല്ലോ. എല്ലാവരും ആ വീഡിയോയും റിയാക്ഷൻ വീഡിയോയും എല്ലാം കണ്ടവരാണ്. രേണുസുധി ഇപ്പോൾ ഇരിക്കുന്നത് ബിഗ് ബോസിലാണ്. പക്ഷെ ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുധി കുറച്ച് വീഡിയോകൾ എടുത്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ബിഷപ്പിനെ ആക്രമിക്കുക എന്നുള്ളത് രേണുസുധി ഒരു ആളുകളെ വിട്ടിട്ട് ആക്രമിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ട് രേണുസുധി ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ബിഷപ്പ് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. ബിഷപ്പ് പറയുന്നത് ഞാൻ കേട്ടു. ബിഷപ്പ് പരാതി കൊടുക്കണമല്ലോ. അവരെ സഹായിച്ച എല്ലാവരെയും രേണുസുധി വളരെ മോശമായാണ് ഓരോ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതെല്ലാം. നമ്മളെ ഒരാൾ സഹായിച്ചാൽ അവരെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നതും അനാവശ്യങ്ങൾ പറയുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നതും വളരെ വളരെ മോശമാണ്. അങ്ങനെ ഒരാളും ചെയ്യാൻ പാടില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവർക്കും തുല്യ സമത്വമാണുള്ളത്. അപ്പോൾ നമ്മളെ ഉപകാരം ചെയ്തവരായാലും ചെയ്യാത്തവരായാലും നമ്മൾ ആരെയും അനാവശ്യമായി മോശമായ രീതിയിൽ പറയുകയോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരെ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മള് കുറെ പണമുണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ നിർത്താനുള്ള സ്വാധീനം നമുക്കുണ്ടെങ്കിൽ അവരെ ഏർപ്പാടാക്കി നമുക്ക് ഉപകാരം ചെയ്തവരെ ഒരിക്കലും നമ്മൾ അടിക്കാനോ കൊല്ലാനോ ഏർപ്പാടാക്കാൻ പാടില്ല. ഫോൺ കോളിലൂടെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രേണുസുധി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ബിഗ് ബോസിൽ പോയി 7 ദിവസം കഴിഞ്ഞാൽ നോമിനേഷൻ വരുമെന്നും വന്നു കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തണമെന്നും പറഞ്ഞ് രേണുസുധി തന്നെ വീഡിയോ തയ്യാറാക്കി. അവളുടെ കസിൻ എന്ന് പറയുന്ന ജിൻഡോയും പ്രതീക്ഷയുമാണ് അവളുടെ കസിൻ, അല്ലാതെ മറ്റാരുമാണെന്ന് തോന്നുന്നില്ല. അവളെ സപ്പോർട്ട് ചെയ്ത് മീഡിയയിൽ വന്നിട്ട് പല സമയങ്ങളിലും പലതരത്തിലുള്ള സംഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോയിലൂടെ കേട്ടിട്ടുണ്ട്. പ്രതീക്ഷ ആയാലും ജിൻഡോ ആയാലും രേണുവിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും രേണുവിന് വോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എന്തിനാണെന്നോ, രേണുവിനെ അകത്തു നിന്നും പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇവിടെ തന്നെയാണ് നല്ലത്. ഈ നല്ല സ്ഥലങ്ങളിലൊന്നും പോയി നിന്നിട്ട് അതൊന്നും നോക്കി കണ്ടും അതിനനുസരിച്ച് അവിടെ താമസിച്ച് വേണ്ട രീതിയിലൊന്നും അവിടുത്തെ ടാസ്കുകളൊന്നും കളിക്കാൻ ആരോഗ്യപരമായും മാനസികപരമായും 2 രീതിയിലും ആ പെൺകുട്ടി തയ്യാറല്ല. ആ പെൺകുട്ടിക്ക് അതിനുള്ള കഴിവുമില്ല. അതാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസിലെ ഓരോ ടാസ്ക് നടത്തുമ്പോഴും പിറകോട്ട് മാറി നിൽക്കുന്നതായിട്ട് രേണുവിന്റെ ഓരോ പ്രകടനങ്ങളും കണ്ടിരിക്കുന്നത്. അവിടെ പോയി ടാസ്ക് കളിച്ചിട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ടാകും അവിടെ കയറുമ്പോഴേ. അതിന് വേണ്ട ജോലി അവിടെ ചെയ്യണം. നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ഭക്ഷണവും കഴിച്ച് ആരെങ്കിലും ഒരു കാപ്പി ഇട്ട് കൊടുത്താൽ അതും കുടിച്ച് തലയും ചൊറിഞ്ഞ് കിച്ചുമോനെയും വിളിച്ച് മറ്റേ മോനെയും വിളിച്ച് അച്ഛനെയും അമ്മയെയും വിളിച്ച് കരഞ്ഞ് മെഴുകി അവിടെ എന്തിനാണ്? ഇതിനു വേണ്ടിയിട്ടാണോ നീ അവിടെ പോയിരിക്കുന്നത് രേണു? നിനക്ക് കിച്ചുവിനോട് ഇത്ര വലിയ സ്നേഹമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, എന്നെ പോലുള്ള പലർക്കും തോന്നിയിട്ടില്ല. നീ ആ പയ്യനെ ഒരുപാടൊന്നും വളർത്തി വലുതാക്കിയിട്ടുമില്ല. അത് വലുതായതിന്റെ ശേഷമാണ് നിന്റെ അടുത്ത് വന്നത്. പിന്നെ അവന്റെ അച്ഛൻ തന്നെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചത് കൊണ്ട് ആ കുട്ടി അവിടെ നിന്നിട്ടുണ്ടാകും. നിന്നപ്പോൾ ഉണ്ടായ അനുഭവം കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇപ്പം മാറിപ്പോയിരിക്കുന്നത്. അവന്റെ അച്ഛൻ പോയതോടെ അവൻ അവിടെ ആരുമില്ല. നിന്റെ അച്ഛനും നിന്റെ അമ്മയും ഒക്കെ അവനെ ഹറാസ് ചെയ്യുന്നുമുണ്ട്. എല്ലാം പുറത്ത് പറയട്ടെ, സുധിയുടെ മകൻ കിച്ചു സഹിച്ച് ജീവിക്കുകയായിരുന്നു. അവൻ ലൈവിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കിച്ചു ലൈവിൽ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രേണുവമ്മ നോക്കിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും എല്ലാം യൂട്യൂബിൽ അവന്റെ ബുക്ക് പേജിൽ കിടപ്പുണ്ട്. ബിഗ് ബോസിൽ നിന്നും ആരോഗ്യപരമായി നിൽക്കാൻ പറ്റാത്തവർ സ്വന്തം കാര്യം പറഞ്ഞിട്ട് പുറത്തിറങ്ങി വരണം.
അല്ലാതെ അവിടെ ഉള്ളവരെ എല്ലാം ഭരിച്ച് എല്ലാവരോടും അലറി വിളിച്ച് ഇവിടെ മാധ്യമത്തിന്റെ മുന്നിൽ മേക്കപ്പ് ഇട്ട് ഇരുന്ന് നീ കൈ ചൂണ്ടി സംസാരിക്കുന്നത് പോലെ എല്ലാ ബിഗ് ബോസിനകത്ത് പോയിട്ട് അവിടെയുള്ള പുരുഷന്മാരെടുത്തും സ്ത്രീകളെടുത്തും സംസാരിക്കുന്നത്. നിന്നെ പോലെ അച്ഛനും അമ്മയും ചുറ്റുപാടുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് വന്നത്. നീ കോളനിയിലായിരുന്നു പണ്ട് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഒരു റൂമും അടുക്കളയും ഒരു ചെറിയ തിണ്ണയും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ, ഒരു ബെഡ്റൂമിൽ ഒതുങ്ങിക്കൂടിയ നിങ്ങളുടെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി സുധി മരിച്ചപ്പോൾ ബിഷപ്പ് സ്ഥലം തരികയും ആ സ്ഥലം 2 കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നതുകൊണ്ട് അവിടെ ഫിറോസ് എന്ന ആൾ വന്നിട്ട് ഫേസ്ബുക്ക് കൂട്ടായ്മയും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയും കുറെ പണം പിരിച്ചെടുത്തിട്ടും തികയാത്തത് ഫിറോസ് കൊടുത്തിട്ടുമാണ് അവിടെ ആ വീട് പണിതിരിക്കുന്നത്. ആ വീട് പണിത് അവിടെ താമസിച്ചതിന് ശേഷം മതിൽ കെട്ടി തന്നത് ഷാജൻ സ്കറിയയാണ്. അപ്പോൾ ഷാജൻ സ്കറിയ, ബിഷപ്പ്, ഫിറോസ് ഇവരുടെയൊക്കെ കുറ്റങ്ങൾ പറയാനും അവർ ചെയ്ത് നന്നായിട്ടില്ല എന്ന് പറയാനും അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും അവർക്കെതിരെ പരാതി കൊടുക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവരെ താഴ്ത്തിക്കെട്ടാനും മാത്രവുമല്ല, അതിനേക്കാൾ ഭയാനകമായിരിക്കുന്നത് ബിഷപ്പ് എന്ന ആളിനെ കുറിച്ച്. ഈ ബിഷപ്പ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് രേണുസുധിക്ക് അറിയില്ല. ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഈ പെണ്ണ് വന്നിട്ട് ഈ ബിഗ് ബോസിൽ കയറി ഇരിക്കുന്നുണ്ട്. അത് ഏഷ്യാനെറ്റുകാർ അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കുറെ പേർക്കെങ്കിലും സോഷ്യൽ മീഡിയ വഴി കുറെ ആരാധകരുണ്ടാകും. ഈ ആരാധകരൊക്കെ ഇത് കണ്ടിട്ട് ഇവരുടെ പരിപാടിയെ പൊക്കിക്കൊണ്ട് പോകുമെന്ന് കരുതിയാണ് എല്ലാവരെയും അതിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. എന്നാൽ രേണുസുധിയെ പോലെ അവിടെ ആരുമില്ല. അവിടെ പലരും പറയുന്നത് കേട്ടു, പോയി കുളിക്കാൻ വരെ പറയുന്നത് കേട്ടു, 6 ദിവസമായില്ല നീ കുളിച്ചിട്ടെന്ന്. ഞാൻ അതിന്റെ ക്ലിപ്പൊന്നും ഇടുന്നില്ല. അതൊക്കെ എല്ലാവരും കേട്ടതും കണ്ടതും തന്നെയാണ്. കുളിക്കാതെയും നനയ്ക്കാതെയും അവിടെ ഇരിക്കുക, എന്നിട്ട് കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുക. നീ നിന്റെ ഓരോരോ കാർഡുകൾ ഇറക്കലുണ്ടല്ലോ, വുമൺ കാർഡ്, വിഡോ കാർഡ്, കിച്ചു കാർഡ്, ഋതപ്പൻ കാർഡ്. എനിക്ക് എന്ത് യോഗ്യതയുണ്ട് അവിടെ ഇരിക്കാൻ? ഒരു യോഗ്യതയുമില്ല. എനിക്ക് വളരെ വിഷമമുണ്ട് ബിഷപ്പിനെ കുറിച്ച്. നീ ഇപ്പോഴും പോകുന്നതിന് മുമ്പും അതേക്കുറിച്ച് വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് അതിവിടെ പോസ്റ്റിൽ കണ്ടതായിട്ട് ബിഷപ്പ് പറയുന്നുണ്ട്. ബിഷപ്പ് അത് കാണാതെ ബിഷപ്പ് വെറുതെ പറയില്ല. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം. ആദ്യം ഓരോരുത്തർക്കും ഓരോരോ ഐഡന്റിറ്റികൾ ഉണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എന്തിനാണ്? 2 ദിവസം മുന്നേ മോനെ കിച്ചു കിടന്നോ, അമ്മേനെ TV കാണണേ, അമ്മ TV വരുവേ, മോൻ TV കാണാറുണ്ടോ, പരിപാടി കാണണേ, അമ്മേനെ കാണണേ, ചക്കരേ മുത്തേ തത്തമ്മേ. എന്താണത്? എന്ത് പരിപാടിയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? കുറച്ചു മുമ്പേ ഒരു ബിഗ് ബോസിനകത്ത് ഇരുന്നിട്ട് പറയുന്ന ഒരു കാര്യം കേട്ടു. രണ്ടാനമ്മമാര് കുഞ്ഞുങ്ങളെ തല്ലുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്തും നീ എൻ്റെ മോനെ നല്ലതുപോലെ നോക്കിയല്ലോ എന്ന്. നീ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്താ തെരുവുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക.